നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അലസാൻഡ്രോ ബസ്റ്റോണി ടു എഫ് സി ബാഴ്സലോണ കേൾക്കാൻ വേണ്ടി ബാഴ്സ ആരാധകർ ഏറെ കൊതിക്കുന്ന ഒരു ന്യൂസാണത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ബാഴ്സയുടെ പ്രയോറിറ്റി സൈനിങ് ആണ് അലസാൻഡ്രോ ബസ്റ്റോണി എന്ന്. പക്ഷേ ആ നീക്കം ഏതാണ്ട് സ്റ്റാൻഡ് സ്റ്റിലായിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഫബ്രീസിയോ റൊമാനോ. അപ്രതീക്ഷിതമായിട്ടുള്ള ചില തടസ്സങ്ങൾ വരുന്നു. അതായത് ഇൻ്റർ മിലാന് ബസ്റ്റോണി ഇപ്പോൾ കാണുന്ന അൺടച്ചബിൾ ആയിട്ടാണ്. കിരീടങ്ങളൊക്കെ ചൂടി നിൽക്കുകയാണല്ലോ ഇൻ്റർ മിലാൻ. ആ ടീമിനെ നിലനിർത്തണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ബാഴ്സയിൽ നിന്ന് അങ്ങനെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഓഫറൊന്നും ഇൻ്ററിലേക്ക് എത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ബാഴ്സലോണക്ക് ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോവുക എന്നുള്ളത് എളുപ്പമല്ല. വലിയ ഉയർന്ന ഒരു തുകയായിരിക്കും എന്തായാലും ചോദിക്കുക ഇൻ്റർ മിലാൻ എന്നാണ് ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത്. വാല്യൂ ഹിം ഹയർ ദാൻ ബാഴ്സ ലൈക്ലി വുഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിട്ടുകൊടുക്കാനുള്ള സാധ്യത കുറവാണ്. സോ ബസ്റ്റോണിയുടെ നിലപാട് എന്തെന്ന ചോദ്യമുണ്ട്. ബസ്റ്റോണി ഈ ഒരു നീക്കത്തിന് ഓപ്പണാണ്, അദ്ദേഹം തയ്യാറാണ്. പക്ഷേ സ്വയം ഇറ്റലി വിട്ടു പോകാൻ ട്രാൻസ്ഫർ വേണമെന്നാവശ്യപ്പെട്ട് ബസ്റ്റോണി പോവുകയുമില്ല. അതാണ് പ്രശ്നം. ഓക്കെ ആണെങ്കിൽ, എല്ലാം ഓക്കെ ആണെങ്കിൽ, ക്ലബ്ബുകൾ തമ്മിൽ സംസാരിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ പോകാൻ ബസ്റ്റോണി റെഡിയാണ്. അല്ലാതെ എനിക്കിവിടം വിട്ടു പോകണം എന്ന് പറഞ്ഞിട്ട് ഇൻ്റർ മിലാൻ വിട്ടു പോകാൻ അവനെന്തായാലും ഇപ്പോൾ ഒരുക്കമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലബിന് അവനെ വിടാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഡീൽ നടക്കില്ല. അതാണ് ഇപ്പോൾ ഫബ്രീസിയോ റൊമാനോ, ഇറ്റാലിയൻ ജേർണലിസ്റ്റ് കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഇറ്റാലിയൻ വിവരങ്ങൾ വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. അതാണ് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത്. ബസ്റ്റോണി ടു ബാഴ്സ ഈസ് കറൻറ്റ്ലി അറ്റ് എ സ്റ്റാൻഡ് സ്റ്റിൽ. സാധ്യത വളരെ കുറവാണ്. ഇൻ്റർ മിലാൻ സി ബസ്റ്റോണി ആസ് അൺടച്ചബിൾ. അങ്ങനെയെങ്കിൽ ബാഴ്സലോണ ഡിഫൻസിലേക്ക് മറ്റൊരു താരത്തെ സെർച്ച് ചെയ്യേണ്ടി വരും. കാത്തിരിക്കാം എന്തൊക്കെ മാറ്റങ്ങൾ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ സംഭവിക്കുമെന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.